CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ദേശീയ കൗൺസിൽ അംഗവുമായിരുന്ന A. അബ്ദുൽ ഖാദറിന്റെ 21ാം ചരമവാർഷികം CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അനുസ്മരണ സമ്മേളനം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU ദേശീയ കൗൺസിൽ അംഗവുമായിരുന്ന A. അബ്ദുൽ ഖാദറിന്റെ 21ാം ചരമവാർഷികം CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ റാലിയും എരുവ ക്ഷേത്രം ജംഗ്ഷനിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാകയുയർത്തലും നടന്നു. അനുസ്മരണ സമ്മേളനം CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. 91 ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്ന വർഷം റെയിൽവേയിലുള്ള ജീവനക്കാരുടെ എണ്ണം 23 ലക്ഷമാണ്. റെയിൽവേ ഇപ്പോ കൂടുതൽ വളർന്നു പന്തലിച്ച് വിപുലമായി വരുമ്പോഴും റെയിൽവേയിലെ ജീവനക്കാരുടെ എണ്ണം ഏകദേശം 15 ലക്ഷത്തിൽ താഴെയായിട്ട് കുറഞ്ഞു. എല്ലായിടത്തും പിൻവാതിൽ നിയമനങ്ങളാണ്, കരാർ ജോലി മാത്രമാണുള്ളത്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഒരു ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിദ്യാഭ്യാസ ലോൺ എടുത്ത് സ്വന്തം വീട് വരെ പണയം വെച്ച് തനിക്ക് ജോലി കിട്ടുമെന്നും അപ്പോൾ ശമ്പളം കിട്ടുമെന്നും അങ്ങനെ വരുമ്പോ ആ ലോൺ അടച്ചു തീർക്കാമെന്നും തന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാമെന്നും വിചാരിച്ച് കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ നേരെ നോക്കിയിട്ടാണ് അവിടെ വിദ്യാഭ്യാസ തൊഴിൽ സ്വപ്നങ്ങളെ തകർക്കുന്ന ഗവൺമെന്റ് അട്ടഹസിച്ച് ചിരിക്കുന്ന കാഴ്ച നാം കാണുന്നത്. പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് സ്വകാര്യ മേഖലയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വകാര്യ മേഖലയിലാണ് ഇപ്പൊ 29 ട്രേഡ് യൂണിയൻ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റി. ഇനി സ്ഥിരം തൊഴിലില്ല. അതോടൊപ്പം തന്നെ 15 ദിവസം നോട്ടീസ് കൊടുത്താൽ ഏത് സ്ഥിരം തൊഴിലാളിയെയും പിരിച്ചുവിടാം. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണല്ലോ. ഒരാഴ്ച മുമ്പ് അവിടെ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ രാവിലെ കുളിച്ച് റെഡിയായി 7 മണിക്ക് ജോലിക്ക് കയറാൻ ധൃതി പിടിച്ചു വരുന്ന ജീവനക്കാരോട് ആ സെക്യൂരിറ്റി പറയുകയാണ്, ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവർ നോട്ടീസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഓടിച്ചെന്ന് നോട്ടീസ് നോക്കുമ്പോൾ 800 തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് അവിടെ നിന്ന് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓർഡർ തന്നെ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സുപ്രഭാതത്തിൽ വലിയ പ്രതീക്ഷയോടെ ജോലിക്ക് വരുന്ന 800 പേരെ പിരിച്ചുവിടാൻ പാകത്തിന് എങ്ങനെ ഇത്തരം കമ്പനികൾക്ക് ധൈര്യം വന്നു? പിറ്റേ ദിവസം തന്നെ 300 തൊഴിലാളികളുള്ള മറ്റൊരു കമ്പനിയും മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടു. കാരണം ലേബർ കോഡ് നടപ്പാക്കി ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുടെ എല്ലാ തൊഴിൽ സ്വപ്നങ്ങളെയും സ്ഥിരം തൊഴിലിനെയും തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിലാണ് രാജ്യത്തെ യുവാക്കൾ പറയുന്നത്, വിദ്യാർത്ഥികൾ പരീക്ഷാ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ ആശങ്കകൾക്ക് ഞങ്ങളും പിന്തുണയുണ്ട്, ഞങ്ങളും നിങ്ങളോടൊപ്പമാണ്. രാത്രികളെ പകലാക്കി മാറ്റി പതിനായിരക്കണക്കിന് യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഏറ്റവും ആദ്യം അവിടെ ഓടിയെത്തിയത് SFI ആണ്. അതിനുശേഷം CPM-ന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ, ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ, P. അരവിന്ദാക്ഷൻ, S. നസീം, V. പ്രഭാകരൻ, G. ശ്രീനിവാസൻ, K. P. മോഹൻദാസ്, P. സുരേഷ് കുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. S. ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.